വർഷത്തെ പ്രവർത്തന പാരമ്പര്യവുമായി പഴയന്നൂർ കല്ലേപ്പാടം കോളേജ് ഓഫ് ടെക്നോളജി പ്രൈവറ്റ് ITI കേന്ദ്ര സർക്കാരിന്റെയും തൊഴിൽ വകുപ്പിന്റെയും അംഗീകാരമുള്ള 2 വർഷ കാലയളവിൽ NCVT കോഴ്സുകളിലേക്ക് അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു. സിവിൽ ഡ്രാഫ്റ്റ്മാൻ, ഇലക്ട്രോണിക്സ്, മെക്കാനിക്, ഇലക്ട്രീഷ്യൻ, ഫിറ്റർ, മെക്കാനിക് മോട്ടോർ വെഹിക്കിൾ തുടങ്ങിയ ട്രെയിനിങ്ങുകളിലേക്കും കേന്ദ്ര സംസ്ഥാന സർക്കാർ സർവീസുകളിലും പൊതു സ്വകാര്യ മേഖലാ സ്ഥാപനങ്ങളിലും സ്വദേശത്തും വിദേശത്തും തൊഴിൽ ലഭിക്കാനും ഏറെ ഉപകാരപ്രദമായ NCVT സർട്ടിഫിക്കറ്റുകൾ കരസ്ഥമാക്കാം. എല്ലാ കോഴ്സുകളിലേക്കും പ്ലേസ്മെന്റ് ഉണ്ടായിരിക്കും. അഭ്യസ്ത വിദ്യരായ ആയിരക്കണക്കിന് പരിശീലകരെ നാടിന് സമ്മാനിച്ച കോളേജ് ഓഫ് ടെക്നോളജി പ്രൈവറ്റ് ITI കല്ലേപ്പാടം പഴയന്നൂർ. ഫോൺ 9447373741 9400095147. സിനിമാ ചിത്രീകരണങ്ങളുടെ പ്രിയ ലൊക്കേഷനായ പൈങ്കുളം വാഴാലിക്കാവ് ദേവസ്വം ക്ഷേത്രത്തിൽ ഇല്ലനിറ ചടങ്ങിന് ഉപയോഗിക്കാനായി ക്ഷേത്ര പരിസരത്ത് തന്നെ കൃഷി ചെയ്ത നെൽക്കതിരുകൾ ഇത്തവണ നൂറുമേനി വിളഞ്ഞു. അപൂർവമായ ഒരു മുഹൂർത്തത്തിൽ സമൃദ്ധിയുടെ പ്രതീകമായ ഇത്തവണത്തെ ഇല്ലനിറ ചടങ്ങുകൾ ക്ഷേത്രത്തിൽ ഓഗസ്റ്റ് 16-ാം തീയതി ഞായറാഴ്ച ഉത്സവ അന്തരീക്ഷത്തിൽ നടക്കും. സിനിമാ ചിത്രീകരണങ്ങൾക്ക് പേരുകേട്ട പൈങ്കുളം വാഴാലിക്കാവ് ദേവസ്വം ക്ഷേത്രത്തിൽ ഈ വർഷത്തെ ഇല്ലനിറ ചടങ്ങിനായി ക്ഷേത്രം തന്നെ കൃഷി ചെയ്ത നെൽക്കതിരുകൾ നൂറുമേനി വിളഞ്ഞതിന്റെ സന്തോഷത്തിലാണ് ക്ഷേത്ര ദേവസ്വം ട്രസ്റ്റ് ഭാരവാഹികൾ. സാധാരണയായി ഇല്ലനിറ ചടങ്ങിന് ആവശ്യമായ നെൽക്കതിരുകൾ പാലക്കാട് ഉൾപ്പെടെയുള്ള ദൂരസ്ഥലങ്ങളിൽ നിന്നും ഉയർന്ന വില നൽകി വാങ്ങുകയാണ് പതിവ്. ഒരു പിടി കറ്റയ്ക്ക്, അതായത് ഒരു ചുമട് കറ്റയ്ക്ക് ഏകദേശം 320-ലധികം വില നൽകേണ്ട സാഹചര്യമാണുള്ളത്. ക്ഷേത്രത്തിന് ഓരോ വർഷവും 50-ലധികം കറ്റകൾ ആവശ്യമായി വരാറുണ്ട്. ഈ ബുദ്ധിമുട്ട് ഒഴിവാക്കാനാണ് 4 മാസം മുമ്പ് ക്ഷേത്ര ഭാരവാഹികൾ കുഞ്ഞി ഇനത്തിൽപ്പെട്ട നെൽവിത്ത് 4 പറ കണ്ടത്തിൽ വിതച്ചത്. കൃഷിയിടത്തിന് ചുറ്റും കമ്പിവേലി സ്ഥാപിച്ച് ദൂരസ്ഥലങ്ങളിൽ നിന്നും വെള്ളം എത്തിച്ച് നനച്ചും രാസവളങ്ങൾ ഉപയോഗിക്കാതെ നാടൻ വളങ്ങൾ മാത്രം ചേർത്തുമാണ് കൃഷി പരിപാലിച്ചത്. അതിന്റെ ഫലമായാണ് സമൃദ്ധമായ വിളവ് ലഭിച്ചതെന്ന് ഭാരവാഹികൾ അറിയിച്ചു. ഈ വർഷം കർക്കിടക മാസത്തിലെ വാവിന് ശേഷമുള്ള ആദ്യ ഞായറാഴ്ചയായ ഓഗസ്റ്റ് 16-നാണ് ഇല്ലനിറ ചടങ്ങ് നടക്കുന്നത്. കർക്കിടക വാവ് കഴിഞ്ഞുള്ള ആദ്യ ഞായറാഴ്ച ഒരുമിച്ച് വന്നാൽ ഇല്ലനിറ നടത്താനും മാമന്റെ മകളെ കെട്ടാനും ആരോടും ചോദിക്കേണ്ട എന്ന പഴമൊഴിയും ഇത്തവണ യാഥാർത്ഥ്യമായതിന്റെ സന്തോഷവും ഭക്തർക്കും ക്ഷേത്ര ഭാരവാഹികൾക്കും ഏറെയാണ്. പഴയ കാലത്ത് കർക്കിടകം അവസാനിച്ച് ചിങ്ങം ആരംഭിക്കുമ്പോൾ ഈ നെൽകൃഷിയിലെ പുതുനെൽ ഉപയോഗിച്ചാണ് പുത്തരിച്ചോറ് കഴിച്ചിരുന്നത്. എന്നാൽ കാലാവസ്ഥാ വ്യതിയാനവും മഴയുടെ കുറവും മൂലം ഇന്ന് ഇത്തരത്തിലുള്ള നെൽകൃഷി അപൂർവമായി മാറിയിരിക്കുകയാണ്. ഈ കാർഷിക വൃത്തിയുടെ ഒരു ഭാഗമായിട്ടാണ്. അതായത് ചിങ്ങമാസത്തിൽ ഇപ്പോൾ പറയുകയാണെങ്കിൽ ചിങ്ങത്തിൽ നമ്മൾ നെൽപ്പാടങ്ങളൊക്കെ നെല്ല് കൃഷി ചെയ്തിട്ട് നെല്ല് വിളഞ്ഞ് കിടക്കുന്ന ഒരു സമയമാണ്. ഓണത്തിന് മുമ്പേക്ക് ആയിട്ട് മിക്ക ആളുകളും കൊയ്യാറുണ്ട്. കൊയ്തതിന് ശേഷമാണ് ഒരു നിറപ്പുത്തിരി പറഞ്ഞൊരു ചടങ്ങുണ്ട്. പുത്തിരി കഴിക്കുക, അതായത് പുതിയ നെല്ലിൻ്റെ അരി ഉപയോഗിച്ചിട്ട് മറ്റേ ചോറും കാര്യങ്ങളൊക്കെ ഉണ്ടാക്കിയിട്ട് പുത്തിരി ഉണ്ണുക എന്നുള്ളൊരു ചടങ്ങ് മുൻകാലങ്ങളിൽ അനുവദിച്ച് പോന്നിരുന്നു. ഇനിയാണ് സാധാരണ നമ്മൾ ഓണത്തിന് മുമ്പേ പുത്തിരി കഴിക്കുന്ന ഒരു ഇതുണ്ടായിരുന്നു. മുൻകാലങ്ങളിലൊക്കെ ഓണത്തിന് മുമ്പേ പുത്തിരി കഴിക്കുക, നിറപ്പുത്തിരി കഴിക്കുക, അങ്ങനെ ഒരു ചടങ്ങുണ്ടായിരുന്നു. ഇല്ലനിറ അത് കഴിഞ്ഞാൽ ഉടനെ അതോടുകൂടിയിട്ട് തന്നെ നിറപ്പുത്തിരി കഴിക്കുന്ന ഒരു ചടങ്ങ് ഉണ്ടായിരുന്നു. ഇത് ഒരു ഐശ്വര്യമാണ്. വീടിനും നാടിനും കാർഷിക അഭിവൃദ്ധി ഉണ്ടാവാനും കൂടിയുള്ള ഒരു രീതിയിലേക്കാണ്, അങ്ങനെയാണ് നമ്മളിത് ചെയ്തിരുന്നത്. ക്ഷേത്രത്തിൽ പൂജിച്ച നെൽക്കതിരുകൾ വീടിന്റെ ഉമ്മറത്ത് കെട്ടിത്തൂക്കിയാൽ ഒരു വർഷം ഭക്ഷണക്കുറവ് ഉണ്ടാകില്ലെന്നാണ് ഐതിഹ്യം. അതിന്റെ ഭാഗമായാണ് ഇല്ലനിറ ചടങ്ങിൽ ഭക്തർക്ക് പൂജിച്ച നെൽക്കതിരുകൾ വിതരണം ചെയ്യുന്നത്. മറ്റ് ക്ഷേത്രങ്ങൾക്കും ആവശ്യമെങ്കിൽ നെൽക്കതിരുകൾ നൽകാൻ തയ്യാറാണെന്നും ഈ വർഷം ഉത്സവാന്തരീക്ഷത്തിലാണ് ഇല്ലനിറ ചടങ്ങ് നടക്കുന്നതെന്നും ക്ഷേത്ര ദേവസ്വം ട്രസ്റ്റ് പ്രസിഡന്റ് കെ രമേഷ് കുമാർ, സെക്രട്ടറി PV മുരളീധരൻ, മാനേജർ V കൃഷ്ണൻകുട്ടി, ഭജന സംഘം പ്രസിഡന്റ് P ഉണ്ണികൃഷ്ണൻ എന്നിവർ അറിയിച്ചു. ഇല്ലനിറയ്ക്കൊരു പഴഞ്ചൊല്ലുണ്ട്. അതായത് കർക്കിടക മാസത്തിലെ വാവ് കഴിഞ്ഞാൽ പിറ്റേത്തെ ഞായറാഴ്ച നിറയ്ക്കുവാനും പിന്നെ അമ്മാവൻ്റെ മകളെ കെട്ടാനും ആരോടും ചോദിക്കേണ്ടതാണ് പഴമേ ശാസ്ത്രം. അതേ പ്രകാരം ഇപ്രാവശ്യം വന്നിരിക്കുന്നത് ഈ 31-ാം തീയതി, കർക്കിടകം 31-ാം തീയതി, അതായത് ഓഗസ്റ്റ് 16-ാം തീയതി ഞായറാഴ്ചയാണ് വന്നിരിക്കുന്നത്. എല്ലാ വർഷവും ഇവിടേക്ക് വേണ്ടുന്ന നെൽക്കതിർ പുറം സ്ഥലങ്ങളിൽ നിന്ന് കൊണ്ടുവന്നിട്ടാണ് നടത്താറുള്ളത്. ഇക്കുറി ദേവസ്വം നേരിട്ട് അതിനുവേണ്ടി തയ്യാറെടുത്തിട്ടുണ്ട്.
അതിനുള്ള കതിർ ഇവിടെ ഒരുങ്ങിയിട്ടുണ്ട്. എങ്ങനെ എത്ര മാസം കൊണ്ടാണ് ഇത് ഉണ്ടാവുന്നത് ഈ കതിരെല്ലാം? ഇതിപ്പോൾ 3 മാസം 3-3.5 മാസത്തോളം എടുക്കും കതിരായിട്ട് വരാൻ. ഏകദേശം വിളവ് ആയി വരുന്നു. ഈ അവസാനമാകുമ്പോഴേക്കും അതിന് വേണ്ടതാവും. അപ്പോൾ നിങ്ങൾ വേറെ വല്ല ക്ഷേത്രങ്ങൾ ഇതേമാതിരി ഇങ്ങനെ കൊടുക്കൂ? പുറമേ വേണ്ടവർക്ക് ഇവിടുന്ന് ദേവസ്വമായിട്ട് ബന്ധപ്പെട്ടാൽ അവർ അത് ചെയ്തു കൊടുക്കുന്നതാണ്. ന്യൂസ് ഡെസ്ക് CCV. നിൻ മുഖത്തു വിരിയുന്ന പ്രകാശം നിന്നെ സംതൃപ്തയാക്കുന്ന ഇടങ്ങളിലെത്തിക്കുന്നു. പ്രൗഢമായ ബന്ധങ്ങൾ, പ്രൗഢമായ പൊന്നിനൊപ്പം. ജനതാ ജ്വല്ലറി, വടക്കാഞ്ചേരി, ഓട്ടുപാറ, ചേലക്കര, പഴയന്നൂർ, തിരുവല്ലാമല ആൻഡ് കുവൈറ്റ്.